ഞാൻ വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിൽ കിട്ടി. ഞാൻ ഇത്രയും പ്രതീക്ഷ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. കാണട്ടെ. നമ്മളല്ലെങ്കിൽ രവിയേട്ടനോടേക്ക് പറഞ്ഞു വിടുന്നതാ. നമ്മൾ വേണ്ടെന്ന് അപ്പൊ നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് അരുവിമംഗലത്താണ്. ഇവിടെ റോഡിന്റെ സൈഡിലൊരു വലിയൊരു കാന പോകുന്നുണ്ട്. ഷഷ്ടി നടക്കുന്ന അരുവിമംഗലം ഷഷ്ടി നടക്കുന്ന അമ്പലത്തിന്റെ ബാക്കിലാണ് ഈ ഒരു സ്പേസ് വരുന്നത്. അപ്പോൾ കാന പോകുന്നുണ്ട്. കാനയിൽ വെള്ളമൊന്നുമില്ല, ഒക്കെ ഡ്രൈ ആണ്. അപ്പോൾ ഇവിടെ ഇതുവരെ അവർ കോൺക്രീറ്റ് രണ്ട് സൈഡും ഇതൊരു സൈഡ് കോൺക്രീറ്റ് ഇട്ടുണ്ട്, അപ്പുറത്ത് ഇവിടെ വരെ കോൺക്രീറ്റ് ഇട്ടുണ്ട്. ഇതിന്റെ ഇടയിലേക്ക് ഈ പാമ്പ് ആരാദ്യം കണ്ട പാമ്പ് കയറി പോണത്? കയറി പോ. അതെ, അവിടെ നിന്ന് കയറി അവിടെ ഇരിക്കുന്നതാ കണ്ടേ? അവിടെ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയില് ഞാനിപ്പോൾ ചെറിയൊരു വീഡിയോ ഞാൻ താഴെ ഇറങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. പാമ്പാടി ഉണ്ടോയെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവിടെ ഇറങ്ങിയത്. നമ്മൾ ലാഡർ വെച്ചിട്ട് ഇറങ്ങിയത്, കോണി വെച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ പാമ്പാടി ഇരിക്കേണ്ട അത്യാവശ്യം വലുപ്പമുള്ള ഒരു മൂർഖൻ പാമ്പാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി വേറെ ഗ്യാപ്പ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ അവിടേക്ക് മാളുണ്ടോയെന്നോ യാതൊരു ഐഡിയ ഇല്ല. മോട്ടർ ഹോസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അത്യാവശ്യം ആൾക്കാർ ഈ ഭാഗത്തെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. ഈ വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ അതെ ഓരോരുത്തർ നിർത്തി അന്വേഷിക്കുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. എത്ര സമയം എടുക്കുന്ന അറിയില്ല. ചിലപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് വരും, പെട്ടെന്ന് കിട്ടും. നമ്മൾ ഈ ഒരു സ്പേസ് ആയതുകൊണ്ട് നമ്മൾ ബാഗ് ആൻഡ് ഫ്രെയിം മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കണേ. അപ്പം നമുക്ക് എന്തായാലും ഇനി അധികം നേരം കളയണ്ട, ഇറങ്ങിയിട്ടെടുക്കാം. ചിലപ്പോൾ അടിക്കേണ്ടി വരില്ല. മോട്ടർ അടിക്കാൻ അവിടെ ആളെ ഏൽപ്പിച്ചിട്ടില്ലേ? ഞാൻ പറയുമ്പോൾ അടിച്ചാൽ മതിയേ. ഞാൻ പറയുമ്പോൾ മതി. കണ്ടേ, ഞാൻ കയ്യിൽ പിടിക്കേണ്ടി വരും എന്തായാലും. അവിടെ ഇരിക്കുന്നുണ്ട്. തട്ടുമ്പോ ചിലപ്പോ പോകുന്നുള്ളത് അറിയില്ല. ഗ്യാപ്പില്ലാന്ന് തോന്നുന്നു കേട്ടോ, അല്ലെങ്കിൽ അവൻ പോയേനെ. പറന്നു മൊത്തമൊന്നുമില്ല. അപ്പോൾ സംഭവം കണ്ടിട്ടുണ്ടാവും. വലിയ സമയമൊന്നും എടുത്തില്ല. പലപ്പോഴും നമ്മുടെ ഊഹാപോഹങ്ങളൊക്കെ പലപ്പോഴും തെറ്റാറുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും അനുഭവം വെച്ചാൽ എളുപ്പം കണ്ടൊന്നും കിട്ടാറൊന്നുമില്ല. കാരണം അങ്ങനെ ഒരുപാട് ഗ്യാപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് കാണുമ്പോൾ ഒരു മാളങ്ങട് കാണാനുണ്ട്, പക്ഷെ എന്താ അതിനുള്ളിൽ കയറിയിട്ടില്ല. നമ്മൾ എടുത്തപ്പോൾ ഉള്ളിലേക്ക് മാളുണ്ട്, മാളം കാണാനുണ്ട്. പക്ഷെ അതിന്റെ ഇപ്പുറത്തൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ ഇരുന്നിരുന്നേ.
അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അത് കണ്ടില്ല. അത് കണ്ടില്ല. അപ്പൊ പിന്നെ പൊളിക്കാൻ നിവർത്തിയില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ സേഫ് ആയിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ ഞങ്ങളുടെ മൈൻഡ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.